അമേരിക്കയിൽ നിന്ന് നേരെ ശബരിമലയിലേക്ക്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല നട അടച്ചു. പന്തളം രാജപ്രതിനിധി രാജരാജവർമ്മയുടെ ദർശനത്തിന് ശേഷം ഹരിവരാസനം ചൊല്ലിയാണ് നടയടച്ചത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്ര നട അടച്ചു. പന്തളം രാജപ്രതിനിധി തൃക്കോട്ടുനാൾ രാജരാജവർമ്മയുടെ ദർശനത്തോടെയാണ് തീർത്ഥാടനത്തിന് സമാപനമായത്. തുടർന്ന് തിരുവാഭരണവുമായി മടക്ക ഘോഷയാത്ര ആരംഭിച്ചു. രാവിലെ നട തുറന്ന് നിർമ്മാല്യത്തിനു ശേഷം രാജപ്രതിനിധിയുടെ ദർശനത്തിനായി അയ്യപ്പനെ ഒരുക്കി. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു. തിരുവാഭരണ വാഹക സംഘം ആഭരണ പേടകങ്ങളുമായി അയ്യപ്പനെ വണങ്ങി അനുവാദം വാങ്ങി 18ാം പടി ഇറങ്ങി. ശേഷം മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി അയ്യപ്പ വിഗ്രഹത്തിൽ ഭസ്മാഭിഷേകം നടത്തി. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ജപമാലയും യോഗദണ്ഡും അണിയിച്ചു. ഹരിവരാസനം ചൊല്ലി ശ്രീകോവിലിന് പുറത്തിറങ്ങി നട അടച്ചു. 18ാം പടിയിറങ്ങി ആചാരപരമായ ചടങ്ങുകൾ നടത്തി. ദേവസ്വം പ്രതിനിധികളുടെയും മേൽശാന്തികളുടെയും സാന്നിധ്യത്തിൽ രാജപ്രതിനിധി താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വിസ്നാഥിന് കൈമാറി. മാസപൂജകൾക്കുള്ള ചെലവിനായി പണക്കിഴിയും നൽകി. തുടർന്ന് രാജപ്രതിനിധിയും സംഘവും പന്തളം കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ജനുവരി 23-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് എത്തിച്ചേരും. അത്ഭുതപൂർവമായ ഭക്തജന തിരക്കായിരുന്നു ശബരിമല ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. 53 ലക്ഷം തീർത്ഥാടകരാണ് ശബരിമല ദർശനം നടത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 110 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു. നാണയങ്ങൾ ഉൾപ്പെടെ കാണിക്ക പൂർണ്ണമായും എണ്ണിത്തീർന്നു. കാണിക്ക ഇനത്തിൽ മാത്രം 17 കോടി രൂപയാണ് കൂടുതൽ ലഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.